വിശദമായ വാർത്തകളിലേക്ക്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ലക്ഷം കടന്നു. 70 ലക്ഷത്തിനടുത്താണ് രോഗബാധിതർ. 34 ലക്ഷത്തിലധികം പേർ ഇതുവരെ രോഗമുക്തി നേടി. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷത്തോട് അടുക്കുകയാണ്. വിശദാംശങ്ങളുമായി അഷിത PS ചേരുകയാണ്. അഷിത, ലോകരാജ്യങ്ങളിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയല്ലേ പുറത്തുവരുന്നത്? ഗോപിക, കഴിഞ്ഞ മെയ് 15-നാണ് മരണസംഖ്യ 3 ലക്ഷം കടന്നത്. ഇപ്പോൾ ജൂൺ 7 എത്തി നിൽക്കുമ്പോൾ മരണസംഖ്യ 4 ലക്ഷം കടന്നിരിക്കുകയാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. 1,12,000-ലേറെ പേർ. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷത്തോട് അടുത്തിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാകെ ഇതുവരെ 1,78,000-ലേറെ പേർ മരിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ബ്രിട്ടനിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. 40,000-ലധികം പേരാണ് ബ്രിട്ടനിൽ മരിച്ചത്. ലാറ്റിൻ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ ബ്രസീലാണ് രോഗവ്യാപന കേന്ദ്രമായി തുടരുന്നത്. 35,000-ലേറെ പേരാണ് ബ്രസീലിൽ മരിച്ചിട്ടുള്ളത്. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് ഏഷ്യൻ രാജ്യങ്ങളിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഇറാനിലാണ്. 8,000-ലേറെ പേരാണ് ഇറാനിൽ മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇറ്റലിയിലും മരണം 30,000 കടന്നിട്ടുണ്ട്. മറ്റ് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ മരണം 27,000-ലധികമാണ്. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് മരണനിരക്കിൽ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ടെങ്കിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ ഒരു ദിവസത്തിൽ 1,22,000-ലധികം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ഥിതിഗതികൾ ഗുരുതര സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു വാക്സിൻ കണ്ടെത്താനായിട്ടാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഗോപിക, ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ എന്നതാണ് എടുത്തു പറയേണ്ടത്. അഷിത PS ആണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക്. 6,642 പേരാണ് ഇതുവരെ മരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 80,000 കടന്നു. തമിഴ്നാട്ടിൽ ഇന്നലെ 1,458 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ തമിഴ്നാട്ടിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 30,000-ലേറെയായി. ഡൽഹിയിലെ ആശുപത്രികളിൽ കോവിഡ് ചികിത്സ ഡൽഹിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ സർക്കാർ ഏർപ്പെടുത്തിയ വിദഗ്ധ സമിതി ശുപാർശ നൽകി. രോഗികളുടെ എണ്ണം 1,4 ലക്ഷം കടന്ന സാഹചര്യത്തിലാണ് നടപടി. തുടർച്ചയായ 2ാം ദിവസവും സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 100 കടന്നു. ഇന്നലെ 108 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 1000 കടന്നു. 1,029 രോഗികളാണ് സംസ്ഥാനത്ത് ഉള്ളത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 400-ലായ ആലത്തൂർ സബ് ജയിലിൽ കഴിയുന്ന മുണ്ടൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലത്തൂർ സബ് ജയിലിൽ നിന്ന് ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മെയ് 30-നാണ് ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലാവുന്നത്. സബ് ജയിലിൽ കഴിയുന്ന 12 പേരുടെ സ്രവം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. ഇതിൽ 4 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. മറ്റു 3 പ്രതികളുടെ പരിശോധനാ ഫലം നെഗറ്റീവും പോക്സോ കേസ് പ്രതിയുടേത് നെഗറ്റീവുമാണ്. കോവിഡ് കേസുകൾ കൂടിയതോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ OP സംവിധാനം മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. മെഡിക്കൽ കോളേജിൽ OP നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ മാത്രം 14 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ജില്ലാ ആശുപത്രിയിൽ മാത്രം 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ കോവിഡ് ചികിത്സ നടക്കുന്ന ഐസൊലേഷൻ വാർഡിലെ നഴ്സുമാർ മുതൽ സൂപ്രണ്ട് ഓഫീസിലെ ജീവനക്കാർ വരെയുണ്ട്. ഇതിനു പുറമെ ECG ടെക്നീഷ്യനും രോഗം ബാധിച്ചു. ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിട്ടുള്ളത്. മറ്റു രോഗികൾക്കുള്ള OP വിഭാഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും ആവശ്യമുയർന്നു. ഇതിനായി പാലക്കാട് മെഡിക്കൽ കോളേജാണ് അധികൃതർ തെരഞ്ഞെടുത്തത്. എന്നാൽ OP മാറ്റാനുള്ള നടപടി വൈകുകയാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അടിയന്തരമായി OP മാറ്റിയില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയാകും നേരിടേണ്ടി വരിക. ജില്ലാ ആശുപത്രിയിലെ OP അതേപടി തുടരുന്നത് ഏറ്റവും വലിയ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ജില്ലാ ആശുപത്രിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഒരു നടപടി സ്വീകരിക്കാൻ, ഇത് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവണം. ഇപ്പോൾ കോവിഡ് വാർഡും മറ്റ് ചികിത്സാ വാർഡുകളും ജില്ലാ ആശുപത്രിയിൽ ഉള്ളതിനാൽ സമ്പർക്ക സാധ്യത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ECG ടെക്നീഷ്യന് രോഗം ബാധിച്ചതിനാൽ ആശുപത്രിയിലെ മുഴുവൻ ECG ടെക്നീഷ്യന്മാരും നിരീക്ഷണത്തിലേക്ക് മാറേണ്ടി വന്നിരുന്നു. ഇതിനു പുറമെ കൂടുതൽ ജീവനക്കാരിൽ രോഗം വ്യാപിക്കുന്നത് കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വീട്ടുനിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് OP അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് 3 പേർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായില്ലെന്ന് ആരോഗ്യവകുപ്പ്. സമൂഹ വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ജില്ലാ ഭരണകൂടം. മാവൂരിലെ 5 വയസ്സുകാരൻ, മണിയൂരിലെ ഗർഭിണി, കോട്ടൂളിയിലെ മധ്യവയസ്കൻ എന്നിവർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഉറവിടമാണ് കണ്ടെത്താനാവാത്തത്.
5 വയസ്സുകാരന്റെ അമ്മ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ്. പരിശോധനയിൽ ഇവർക്ക് ഫലം നെഗറ്റീവാണെങ്കിലും രോഗവാഹകയാണോ എന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഇവരുടെ സമ്പർക്കത്തിൽ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമില്ല. മണിയൂരിലെ ഗർഭിണിയുടെയും കോട്ടൂളിയിലെ മധ്യവയസ്കന്റെയുമെല്ലാം സമ്പർക്ക പട്ടികയിലും കോവിഡ് ബാധിതരില്ല. ഇത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം വിശദമായി അന്വേഷിക്കും. ഈ ആദ്യം പോസിറ്റീവായ സ്ഥിതിക്ക് ഇത് എവിടെ നിന്നാണെന്നുള്ള അറിയാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഉറവിടം കണ്ടെത്താനാവാതെ വരുന്നത് സമൂഹ വ്യാപനത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തൽ. ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൊല്ലം അഴീക്കൽ തുറമുഖവും അടച്ചു. കോവിഡ് വ്യാപന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങര, നീണ്ടകര തുറമുഖങ്ങളും അടച്ചിരുന്നു. മത്സ്യലേല തൊഴിലാളിയായ കാവനാട് സ്വദേശി സേവ്യർ മരിച്ച ശേഷം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ശക്തികുളങ്ങരയിലാണ് സേവ്യർ പണിയെടുത്തിരുന്നത്. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ഇനി മുതൽ നിർബന്ധിത സർക്കാർ ക്വാറന്റീൻ ഇല്ല. 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതിയെന്ന് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. വീട്ടിൽ സൗകര്യമില്ലാത്തവരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും. വിദേശത്ത് നിന്നെത്തുന്നവരുടെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ രീതി അവസാനിപ്പിച്ചു. സർക്കാർ ഒരുക്കിയ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 7 ദിവസം കഴിയണമെന്ന നിബന്ധന ഇനിയില്ല. പ്രവാസികൾ 14 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി. വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമുണ്ടോ എന്ന വാർഡ് തല സമിതികൾ ഉറപ്പാക്കും. സൗകര്യമില്ലാത്തവർക്ക് പെയ്ഡ് ക്വാറന്റൈനിലോ സർക്കാർ കേന്ദ്രത്തിലോ കഴിയാം. ക്വാറന്റൈന് ശേഷമുള്ള 14 ദിവസം വീട്ടിലെ മറ്റംഗങ്ങളും പ്രത്യേകം വ്യക്തിഗത മുൻകരുതലെടുക്കുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും വേണം. വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. നേരത്തെ 7 ദിവസത്തെ സർക്കാർ നിരീക്ഷണത്തിന് പണം ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടരുന്നതിലെ ചെലവും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് നേരത്തെ തന്നെ ഹോം ക്വാറന്റൈനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രവാസികളുടെ തിരിച്ചുവരവിന് സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുകയാണ് എന്നാരോപിച്ച് പ്രക്ഷോഭം നടത്താൻ KMCC തീരുമാനം. 9-ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പ്രവാസികളുടെ തിരിച്ചുവരവിന് തടസ്സം നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നാണ് KMCC ആരോപണം. കേന്ദ്രം അനുമതി നൽകാത്തതാണ് കാരണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിശ്വാസത്തിലെടുക്കാനാകില്ല. ചാർട്ടേഡ് വിമാനങ്ങളുടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രവാസികളുടെ തിരിച്ചുവരവ് മുടക്കാനാണെന്ന് KMCC ആരോപിച്ചു. KMCC കേന്ദ്രമന്ത്രിയുടെ വാക്കിനെ വിശ്വാസത്തിലെടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കിനെ അവിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ള വിഷയം ഇതിലില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത് കേരളമാണ് ഇതിന് തടസ്സം. ചാർട്ട് ചെയ്ത ഫ്ലൈറ്റ് വരാൻ ഞങ്ങളുടെ അനുഭവം അതാണ്. ജൂൺ 9-ന് കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന ധർണയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. മണ്ഡലാടിസ്ഥാനത്തിലും പ്രതിഷേധം തുടരും. വിദേശത്ത് മരിച്ച മലയാളികളുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുക, തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും KMCC ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മരട് നഗരസഭയ്ക്കെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തിയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. നഗരസഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പിഴയിടണം എന്നും റിപ്പോർട്ടിൽ ഉണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത VG ചേരുകയാണ്. വിനീത, റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്നത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഗുരുതര വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ മാലിന്യങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങൾ കാരണം പരിസ്ഥിതിക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷമുണ്ടാവുകയാണെങ്കിൽ അത് പിഴയായി നഗരസഭയിൽ നിന്ന് ഈടാക്കേണ്ടി വരുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് കളക്ടർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് കൈമാറിയിരിക്കുന്നത്. ഈ പുഴയിലേക്കടക്കം, കായലിലേക്കടക്കം വീണ് കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ എത്രയും വേഗം നീക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒപ്പം ദേശീയ ഹരിത ട്രിബ്യൂണലും നേരത്തെ തന്നെ നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു നിർദ്ദേശം നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നാളിതുവരെയായും ഇനിയും ആ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാൻ നഗരസഭ ഒരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല. അതത് ഏജൻസികളെ കൊണ്ട് ഇത് നീക്കുന്നതിനടക്കമുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ് ഉള്ളത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും ഈ മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കാത്തതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് നഗരസഭയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിരിക്കുകയാണ്.
ശേഷമാണ് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം. നടപടി എടുക്കണമെങ്കിൽ ഏത് രീതിയിൽ പിഴ ഈടാക്കണമോ എന്നടക്കമുള്ള നടപടികൾ എടുക്കേണ്ടത് കളക്ടറാണ്. ഈ റിപ്പോർട്ട് ഇപ്പോൾ കളക്ടർക്കാണ് കൈമാറിയിരിക്കുന്നത്. മരട് നഗരസഭയ്ക്കെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തി എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കളക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത്. BG വിനീതയാണ് വിശദാംശങ്ങൾ നൽകിയത്. കഠിനംകുളം കൂട്ടബലാത്സംഗ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ നൌഫലിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. പ്രതിയെ സംബന്ധിച്ച വ്യക്തമായ സൂചന ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. അതേസമയം അറസ്റ്റിലായ 6 പ്രതികളെയും ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ നൌഫലിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഇയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. നൌഫലിന്റെ ഓട്ടോറിക്ഷയിലാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം അറസ്റ്റിലായ 6 പ്രതികളെയും കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പ്രതികൾക്ക് കോവിഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആറ്റിങ്ങൽ സബ് ജയിലിലേക്ക് മാറ്റും. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നത് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. പ്രതികളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ അടുത്ത നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അധികാര കൈമാറ്റം അവിശ്വാസ പ്രമേയത്തിലേക്ക്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം വ്യക്തമാക്കിയതോടെ ചൊവ്വാഴ്ച നോട്ടീസ് നൽകാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം. പ്രമേയത്തിന് കോൺഗ്രസ് പിന്തുണ നൽകിയാൽ UDFൽ ജോസ് കെ മാണി പക്ഷത്തിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകും. പിന്തുണച്ചില്ലെങ്കിൽ ജോസഫിനെ മെരുക്കി നിർത്തുക എന്നതാകും UDFന് മുന്നിലെ വെല്ലുവിളി. UDF കൺവീനർ ബെന്നി ബഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോസ് കെ മാണിയുമായി നടത്തിയ മാരത്തൺ ചർച്ച ഫലം കാണാതെ വന്നതിനു പിന്നാലെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടിയന്തര നേതൃയോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തത്. ജോസ് കെ മാണിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ജില്ലാ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയത്തിലടക്കം പിന്തുണ നൽകാൻ യോഗത്തിൽ ധാരണയായി. നിരന്തരം മുന്നണിയെ ഭീഷണിപ്പെടുത്തുന്നവർ പുറത്തുപോകട്ടെയെന്നും വിലപേശലിന് മുന്നിൽ കോൺഗ്രസിന്റെ ആത്മാഭിമാനം പണയം വെക്കരുതെന്നും യോഗത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം നേരിട്ടിടപെട്ട് ചർച്ചകൾ നടത്തുന്നതിനാൽ തിങ്കളാഴ്ച കൂടി രാജിക്കായി കാത്തിരിക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ചൊവ്വാഴ്ച അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും. അതേസമയം താൽക്കാലിക പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല ജോസ് കെ മാണി UDF നേതൃത്വത്തിനു മുമ്പാകെ വച്ചിരുന്നു. ജോസഫ് വിഭാഗത്തിന് പകരം കോൺഗ്രസ് പ്രതിനിധി പ്രസിഡന്റായാൽ പാർട്ടി പ്രസിഡന്റ് പദം രാജിവെക്കും. എന്നാൽ ജോസഫിന് മുന്നിൽ കീഴടങ്ങാനാകില്ല. ജില്ലാ പഞ്ചായത്തിലെ 22 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 8 അംഗങ്ങളാണുള്ളത്. ജോസഫ് ഗ്രൂപ്പിന് 2ഉം ജോസ് പക്ഷത്തിന് 4ഉം ഇടതുമുന്നണിക്ക് 7 അംഗങ്ങളുമുണ്ട്. ഒരംഗം PC ജോർജിന്റെ ജനപക്ഷത്തിന്. കോൺഗ്രസ് പിന്തുണയിൽ ജോസഫ് ഗ്രൂപ്പ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാലും പ്രതിപക്ഷ പിന്തുണയില്ലാതെ പാസ്സാകില്ല. ഇത്തരം സാഹചര്യത്തിൽ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കും എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 കോട്ടയം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ലോക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്നുള്ള ജോലി കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഓഫീസ് സമയത്തേക്കാൾ അധികം ജോലി ചെയ്യേണ്ടി വരുന്നതായും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറുന്നതുമായാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമിഗോസ് ഫൗണ്ടേഷന്റെ സർവേയിലെ കണ്ടെത്തൽ. വീട്ടിൽ നിന്നുള്ള ജോലി അത്ര എളുപ്പമാകില്ലെന്നാണ് കൊച്ചിയിലെ NGO നടത്തിയ പഠനത്തിൽ വ്യക്തമാവുന്നത്. ഓഫീസിനേക്കാൾ അധികം ജോലി ചെയ്യേണ്ടി വരുന്നുവെന്നാണ് സർവേയിൽ പങ്കെടുത്ത 55% പേരുടെയും അഭിപ്രായം. മാനസിക സംഘർഷം വർദ്ധിച്ചതായി 59% പേരും പറയുന്നു. പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വീട്ടിലിരുന്നുള്ള ജോലിയായതിനാൽ പല സ്ഥാപനങ്ങളും അവധി നിഷേധിക്കുകയാണ്. 30% ശമ്പളം വെട്ടിക്കുറച്ചതും പ്രതിസന്ധിയിലായി. തലവേദനയും പുറംവേദനയും ഉറക്കക്കുറവും എല്ലാം ഒരു വശത്തായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുവശത്തെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഇന്റർനെറ്റും കറണ്ടും ഒക്കെ തടസ്സപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. കുറച്ച് കമ്പനികൾ ആളുകളുടെ ശമ്പളം വെട്ടിക്കുറച്ചപ്പോൾ പല കമ്പനികളും അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി, സ്റ്റേഷനറി, ഇന്റർനെറ്റ് ചാർജസ് ഇതൊന്നും പരിഗണിച്ചിട്ടില്ലെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാവുമെന്നതാണ് ഏറെ ആസ്വാദകരം. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ജീവനക്കാരുടെ സർവേ. കൊച്ചി ആസ്ഥാനമായ യുവർ അമിഗോസ് ഫൗണ്ടേഷനാണ് ഓൺലൈൻ വഴി സർവേ നടത്തിയത്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് പശ്ചാത്തലത്തിൽ പനിയും ചുമയുമുള്ള രോഗികളെ ചികിത്സിക്കരുത് എന്ന നിർദ്ദേശവുമായി ആയുഷ് വകുപ്പ്. ഇത്തരം രോഗികളെ അലോപ്പതി ആശുപത്രികളിലേക്ക് വിടണമെന്നും ആയുഷ് വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. എന്നാൽ മഴക്കാല രോഗങ്ങൾ വ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ ഉത്തരവ് പ്രായോഗികമല്ല എന്നാണ് ആയുഷിന്റെ കീഴിലുള്ള ഡോക്ടർമാരുടെ നിലപാട്. ആയുഷ് വകുപ്പ് ജൂൺ 1 ഇറക്കിയ ഉത്തരവിലാണ് പുതിയ നിർദ്ദേശം. പനി, ചുമ, ജലദോഷം, തലവേദന എന്നിവയുള്ള രോഗികളെ ചികിത്സിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. ഇത്തരം രോഗികളെ അലോപ്പതി ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ മഴക്കാല രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ
ഈ ഉത്തരവ് പ്രതിസന്ധിയാണെന്നാണ് ആയുഷിന് കീഴിലെ ഡോക്ടർമാരുടെ നിലപാട്. മഴ തുടങ്ങിയ സമയമായതുകൊണ്ട് അത്തരം കേസുകൾ വന്നു തുടങ്ങുമ്പോൾ ഇത്തരം ഒരു സർക്കുലർ നിലനിൽക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതാണ്ട് 16,000-ഓളം ഡോക്ടർമാർക്ക് ഈ ഉപജീവന മാർഗത്തിൽ ഒരു തടസ്സം നേരിടുന്ന ഒരു സാധ്യത നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, യോഗ തുടങ്ങിയ വിഭാഗങ്ങളാണ് ആയുഷ് വകുപ്പിന് കീഴിലുള്ളത്. 10,000-ലേറെ ഡോക്ടർമാർ ഹോമിയോ വിഭാഗത്തിൽ മാത്രമുണ്ട്. സ്വകാര്യ ക്ലിനിക്കുകളടക്കം തിരിച്ചടിയാകുന്നതാണ് ആയുഷ് വകുപ്പിന്റെ പുതിയ നിർദ്ദേശമെന്നാണ് വിമർശനം. ന്യൂസ് 18 കൊച്ചി. വിശ്വപ്രസിദ്ധമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. വടക്കേ ഇന്ത്യയിൽ നിന്ന് നിരവധി തീർത്ഥാടകർ എത്തുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത്തവണ വരുമാനമേ ലഭിച്ചില്ല. ഒരു മാസത്തിനപ്പുറം ശമ്പള വിതരണത്തിന് പോലും ബുദ്ധിമുട്ടാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിനുള്ള ഗ്രാന്റ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിത്യചെലവുകൾക്ക് പ്രതിസന്ധിയുണ്ടാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരിസരത്തും നേരത്തെ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിൽ നിലച്ചു. ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം പിടിച്ചു. താൽക്കാലിക ജീവനക്കാരുടെ ജോലി മാസത്തിൽ 10 ദിവസമാക്കി വേതനം പരിമിതപ്പെടുത്തി. ലോക്ക്ഡൌണിൽ വരുമാനം കുത്തനെ ഇടിഞ്ഞതോടെ ചിലവ് ചുരുക്കാൻ ഇങ്ങനെ പല വഴികൾ തേടിയെങ്കിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മാസത്തിനപ്പുറം ജീവനക്കാർക്ക് ശമ്പളം നൽകാനാവില്ലെന്ന് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ. 2 മാസത്തിലധികമായിട്ട് യാതൊരു തുകയും അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വരാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതോടുകൂടി സാമ്പത്തികമായിട്ടൊരു വല്ലാത്ത സിറ്റുവേഷനിലാണ് ക്ഷേത്രം പോകുന്നത്. 2 മാസമായിട്ട് ആ ബാങ്കുകളിൽ കിടക്കുന്ന തുക എടുത്താണ് നമ്മൾ ചെലവ്, നിത്യനിദാന ചെലവുകൾ, പൂജാവിധികൾ യാതൊരു ഭംഗം വരാതെ നടത്തുന്നുണ്ട്. ഇതേ രൂപത്തിൽ പോകാൻ സാലറി കൊടുക്കാൻ 1-1.5 മാസത്തോ തുക മാത്രമേ ക്ഷേത്രത്തിൻ്റെ കൈവശമുള്ളൂ. 1949 കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡിന് സർക്കാർ 1 കോടി രൂപ നൽകുമ്പോൾ അതിൽ 20 ലക്ഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നൽകുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഈ ഗ്രാന്റ് 2 കോടി രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനോടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രതിമാസം ശരാശരി 1 കോടി മുതൽ വരുമാനം ലഭിച്ചിരുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസങ്ങളിലെ വരുമാനം 10 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ദർശനം വെർച്വൽ ക്യൂ വഴി മാത്രം. ഓൺലൈൻ ബുക്കിംഗിന് ആധാർ കാർഡ് നിർബന്ധമാണ്. ഒരു ദിവസം 750 പേർക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിന് ഓൺലൈനായി ബുക്ക് ചെയ്യണം. ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലൂടെയാണ് ദർശനത്തിനുള്ള ബുക്കിംഗ്. സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ ക്യൂവിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. ഓൺലൈൻ ബുക്കിംഗിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. ആധാർ രേഖയ്ക്കാണ് മുൻഗണന. ആധാർ പ്ലസ് ഇലക്ഷൻ ID വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരെ ആളെ മോണിറ്റർ ചെയ്യാൻ ആധാർ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാൻ നമുക്ക് പിന്നീട് എളുപ്പമാണ്. ചൊവ്വാഴ്ച മുതൽ 2 സ്ലോട്ടുകളിലായാണ് ദർശനം. രാവിലെ 8:15 മുതൽ 11:15 വരെയാണ് ആദ്യ സ്ലോട്ട്. വൈകിട്ട് 4:15 മുതൽ 6:30 വരെയാണ് രണ്ടാമത്തെ സ്ലോട്ട്. വെർച്വൽ ക്യൂ മുഖേന അല്ലാതെ ദർശനം അനുവദിക്കില്ല. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം വിശാലമാണ്. അതുകൊണ്ട് തന്നെ 600 മുതൽ 780 പേർക്ക് വരെ ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ കഴിയും. VVIP ദർശനം ഉണ്ടാകില്ല. എങ്കിലും 2 സ്ലോട്ടുകളിലായി 5 മിനിറ്റ് ബുക്കിംഗ് ഇല്ലാതെ മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശന കവാടത്തിൽ തന്നെ തെർമൽ സ്കാനിംഗ് ഉണ്ടാകും. ഇതുവരെ കാണിക്കയായി ലഭിച്ച തുക 2 ദിവസത്തിനുള്ളിൽ എണ്ണി തിട്ടപ്പെടുത്തും. ചൊവ്വാഴ്ച മുതൽ ലഭിക്കുന്ന കാണിക്ക മാത്രമാവും ഭണ്ഡാരങ്ങളിൽ ഉണ്ടാവുക. 65 വയസ്സ് കഴിഞ്ഞവർക്കും 10 വയസ്സിൽ താഴെയുള്ളവർക്കും പ്രവേശനമില്ല. പൂജാകർമ്മങ്ങളിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ ക്ഷേത്ര ഭരണസമിതി ഉടൻ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ അനുമതി നൽകിയെങ്കിലും നഗരപ്രദേശങ്ങളിലെ പല പള്ളികളും പെട്ടെന്ന് തുറക്കില്ല. കോവിഡ് പ്രതിരോധത്തിനായി നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രയാസമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുജാഹിദ് വിഭാഗമാണ് പള്ളികൾ പെട്ടെന്ന് തുറക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അതേസമയം തുറന്നു പ്രവർത്തിക്കുന്ന പള്ളികളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് സംഘടനകൾ മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ കൈമാറി. എറണാകുളം ജില്ലയിലെ പള്ളികൾ തുറക്കേണ്ടതില്ല എന്ന് സംയുക്ത മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു. ആരാധനാലയങ്ങളിലെത്തുന്നവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കണം. 100-ൽ താഴെയുള്ള വിശ്വാസികൾക്ക് മാത്രമാണ് ആരാധനകളിൽ പങ്കെടുക്കാൻ കഴിയുക തുടങ്ങി കർശന നിർദ്ദേശങ്ങളാണ് കോവിഡ് വ്യാപനം തടയാൻ സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ദിവസവും ആയിരക്കണക്കിന് പേരാണ് നഗരപ്രദേശങ്ങളിലെ പള്ളികളിൽ വന്നുപോകുന്നത്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ഇതിലും കൂടും. നഗരങ്ങളിലെ പള്ളികളിലെത്തുന്ന അപരിചിതരായ ആളുകളെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ഇതെല്ലാം വിലയിരുത്തിയാണ് നഗരങ്ങളിലെ പള്ളികൾ പെട്ടെന്ന് തുറക്കേണ്ടെന്ന KNM തീരുമാനം. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകളും മറ്റ് നിയന്ത്രണങ്ങളും
ഇതെല്ലാം പാലിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന സ്ഥലത്ത് മാത്രമേ പെട്ടെന്ന് തുറക്കേണ്ടതുള്ളൂ. അതേസമയം സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ച് പള്ളികൾ തുറക്കാനാണ് സുന്നി ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ തീരുമാനം. സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി മഹല്ല് കമ്മിറ്റികൾക്ക് സർക്കുലർ കൈമാറി. എറണാകുളം ജില്ലയിലെ പള്ളികൾ തുറക്കുന്ന കാര്യം കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ ശേഷം ആലോചിക്കുമെന്ന് സംയുക്ത മഹല്ല് കമ്മിറ്റി വ്യക്തമാക്കി. അതുവരെയും പള്ളികൾ അടച്ചിടും. നമ്മൾ ഗവൺമെൻറ്റിനോട് സഹകരിച്ച് തന്നെ സാമൂഹ്യ വ്യാപനം എന്നുള്ളത് തടയുവാനായിട്ട് തൽക്കാലം പള്ളികളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കേണ്ട. മറ്റിടങ്ങളിൽ തുറക്കുന്ന പള്ളികളിൽ ശുചീകരണം ഇന്ന് നടക്കും. ന്യൂസ് 18 കോഴിക്കോട്, കൊച്ചി. കോഴിക്കോട് കൂടരഞ്ഞി ഉറുമ്പിയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. മുക്കം സ്വദേശി അനീസ് റഹ്മാനെയാണ് കാണാതായത്. ഇയാൾക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് 4 യുവാക്കൾ പുഴയിൽ കുളിക്കുവാനെത്തിയത്. പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 4 പേരും ഒഴുക്കിൽപ്പെട്ടെങ്കിലും 3 പേർ രക്ഷപ്പെട്ടു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അനീസ് റഹ്മാനെയാണ് കാണാതായത്. മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയെങ്കിലും അനീസിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദിവസവും നിരവധി ആളുകളാണ് ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് ഇവിടേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പോലും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി വെള്ളത്തിലിറങ്ങുന്ന ഒരു പ്രവണത തുടർന്നു വരികയാണ്. ഇവിടെ കമ്മിറ്റി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ആ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരികയാണ്. 9 പേരാണ് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് നേരത്തെ മരിച്ചിട്ടുള്ളത്. ശക്തമായ മുന്നറിയിപ്പുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് മുളിയറിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് വെട്ടേറ്റു. മാസ്തികുണ്ടിലെ അബ്ദുൾ സത്താറിനാണ് വെട്ടേറ്റത്. പരിക്കേറ്റ സത്താറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് തിരുവിഴാംകുന്നിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആനയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതികൾ കോടതിയിൽ കീഴടങ്ങുമെന്ന് സൂചന. തിരുവിഴാംകുന്ന് ഒതുക്കുംപറമ്പ് എസ്റ്റേറ്റ് ഉടമ അബ്ദുൾ കരീം, മകൻ റിയാസുദ്ദീൻ എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങാൻ നീക്കം നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചത്. ഒളിവിൽ പോയ ഇവർക്കായി വനംവകുപ്പും പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ടാപ്പിംഗ് തൊഴിലാളി വിൽസനെ ഇന്നലെ പട്ടാമ്പി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ ആസ്ഥാനമായ ട്രാവൽ ഫോർ ഹെൽത്തും ഐവാസ് ബിസിനസ് സൊല്യൂഷനും ധന്വന്തരി വൈദ്യശാലയും സംയുക്തമായി പോലീസിന് ആയുർവേദ മരുന്ന് കിറ്റുകൾ വിതരണം ചെയ്തു. രാമനിലയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് DIG S സുരേന്ദ്രന് കിറ്റുകൾ കൈമാറി. ചടങ്ങിൽ ട്രാവൽ ഫോർ ഹെൽത്ത് ഡയറക്ടർ രജികുമാർ അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ, ഡോക്ടർ എഫിൻ, ഡോക്ടർ ശിവകേഷ്, ശ്രീജിത്ത്, അശ്വിനി തുടങ്ങിയവർ പങ്കെടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.